ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ വർഷം എടുത്തു വെച്ച പുൽക്കൂട് പൊടി പിടിച്ചോ? ഒന്ന് നോക്കാറുന്നില്ലേ? മച്ചിൻ്റെ മുകളിലാണോ അതോ കെട്ടിപ്പൂട്ടി എടുത്തു വെച്ചോ? ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ആ പുൽക്കൂട് ഒരുക്കും. നമ്മുടെ വീട്ടിൽ വലിയ ഒരുക്കങ്ങളൊക്കെ നടത്തി ആ പുൽക്കൂട്ടിലേക്ക് അവിടുന്ന് വാങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മളതിനുള്ളിൽ കയറ്റാറുണ്ട്. മാതാവുണ്ട്, ഔസേപിതാവുണ്ട്, ഉണ്ണീശോയുണ്ട്, ആട്ടിടയന്മാരുണ്ട്. ആരൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അതൊക്കെ അവിടെ തന്നെയുണ്ട്. നിൻ്റെ മനസ്സ് ഇതുപോലെ തന്നെയാണോ? ചിലപ്പോഴൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നവരെ നിന്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ലേ? നിന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവരെ നീ തള്ളി കളഞ്ഞിട്ടില്ലേ? പക്ഷേ ഈശോ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടാ. വേദനിപ്പിക്കുന്നവരെ പോലും കൂടെ നിർത്തിയവനാ ഈശോനാഥൻ. അതുകൊണ്ട് നമുക്ക് അവരോട് ക്ഷമിക്കാം. ഈ ക്ഷമ നിൻ്റെ ജീവിതത്തിൽ വലിയ പാഠങ്ങൾ പഠിപ്പിക്കും. അതുകൊണ്ട് മക്കളെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ സ്വീകരിക്കുമ്പോൾ എല്ലാവരും സ്വീകരിക്കാനായിട്ട് നിന്നെ ദൈവം കൂടെ നിർത്തുക.